ഹായ് ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി റംസാൻ ടു യു ഓൾ. ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ റംസാൻ കഴിഞ്ഞായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുക. അതിന് മുന്നേ എനിക്ക് എല്ലാവർക്കും റംസാൻ വിഷ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം ഫ്രണ്ട്സ്, ഈവൻ ഫാമിലി ഫ്രണ്ട്സ് പോലുമുണ്ട്. സോ അവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഹാപ്പി റംസാൻ. എനിക്ക് ഈ കോസ്റ്റ്യൂം ഇടാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിട്ടിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാകുന്നത്. അത്രയ്ക്ക് ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഇടുവാണ്. പണ്ട് സ്കൂളിൽ ഒപ്പന കളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ്. ഐ ആം സോ ഹാപ്പി. ഇതിടുന്ന എല്ലാവർക്കും അത്രയ്ക്ക് ലക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഇന്ന് റിങ്കിൾസ് ഇല്ലാത്ത, നെറ്റിയിൽ ഫൈൻ ലൈൻസ് വീഴാത്ത, ചുളിവുകളില്ലാത്ത, സ്കാർസ് ഇല്ലാത്ത സ്കിന്നിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയാറ്. അതിനുവേണ്ടി പല ഇൻഗ്രീഡിയൻസും പല പാക്കുകളും ഞാൻ കാണിക്കാറുണ്ട്. എല്ലാ പാക്കുകളും തന്നെ എല്ലാ സ്കിന്നിനും യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കുകളാണ് ഞാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും പാടുകളില്ലാത്ത സ്കിൻ വേണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടല്ലേ. സോ നമുക്ക് കൊറിയൻ സ്കിന്നിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പോസിബിൾ ആണ്, കിട്ടും. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വേർഡ്സ് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അതുകൊണ്ട് ഞാൻ യൂഷ്വലി മലയാളമല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വരും, ഒന്ന് ക്ഷമിക്കണം. ഞാൻ മാക്സിമം മലയാളം തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കൊന്നുമില്ലാത്ത ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ. ഗ്ലാസ് സ്കിൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടും. മാർക്കുകളൊന്നുമില്ലാത്ത, പിമ്പിൾ മാർക്കുകളൊന്നുമില്ലാത്ത, ഏജിൻ്റെ റിങ്കിൾ സൈൻ ഒന്നുമില്ലാത്ത, ചുളിവുകളില്ലാത്ത, വറ്റി വരളാത്ത സ്കിന്നുള്ള ഒരു നല്ല പട്ടിൻ്റെ ചർമ്മം പോലെ കിട്ടുന്ന ഒരു ചർമ്മം നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. പക്ഷേ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. അതൊരിക്കലും മറക്കല്ല. റെഗുലർ സ്കിൻ കെയറിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൊട്ടറ്റോ കൊണ്ടും ബനാന പീൽ കൊണ്ടുമുള്ള 3 ഫേസ് മാസ്കുകളാണ്. പൊട്ടറ്റോ, ബനാന പീലെല്ലാം നമ്മുടെ റിങ്കിൾസിനെയും, ബനാന സ്കിന്നിൽ നിറയെ മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ ഓരോ ഗുണങ്ങളും പറഞ്ഞു പോകാം. ഇതെല്ലാം ഏജിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എല്ലാ ഏജിലുള്ളവർക്കും ഇടാൻ പറ്റുന്നതാണ്. നിങ്ങൾ നേരത്തെ തന്നെ സ്കിൻ കെയർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ സൗന്ദര്യം പ്രൊലോങ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൺലൈറ്റ് തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. അതല്ലാതെ പിന്നെ വേണ്ടത് നമ്മൾ കുറേ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓവറായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഫ്ലേവേർഡ് വാട്ടർ, അതായത് എന്താ, സിനമൺ ഇട്ടോ ലൈം ഇട്ടോ അല്ലെങ്കിൽ നാരകത്തിൻ്റെ ഇലയില്ലേ, ഇല പിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടാക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടായിരിക്കും. സോ ഹൈഡ്രേറ്റ് യുവർ സ്കിൻ. അണ്ടർ ഐയിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വലി അവിടുത്തെ സ്കിന്ന് കറുക്കുന്നതല്ല കേട്ടോ. അണ്ടർ ഐയുടെ കണ്ണിൻ്റെ കീഴെ ഒരു ചെറിയ മസിലുണ്ട്. നമ്മൾ സ്ട്രെയിൻ ചെയ്യുക ആ മസിൽ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും അതിങ്ങനെ ബ്ലാക്കായിട്ട് കാണുന്നതാണ്. പിന്നെ കണ്ണിൻ്റെ മേലിലും ബ്ലാക്ക് കളർ വരുന്നത് നമ്മൾ കണ്ണിനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കുന്നത് കൊണ്ടാണ്. സോ ഇതൊക്കെയും നമ്മൾ പറയുന്ന ഈ പാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പോസിബിളാണ്. പക്ഷേ റെഗുലർ യൂസ്, ഓൺലി ത്രൂ റെഗുലർ യൂസിന് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടുകൾ കിട്ടുകയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ റിങ്കിൾസൊക്കെ മാറാൻ വേണ്ടിയാണ്. പക്ഷേ ഗ്ലാസ് സ്കിന്ന് കേട്ടിട്ടില്ലേ? ഗ്ലാസ് സ്കിൻ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എപ്പോഴും സംശയമാണ്. ആരോട് ചോദിച്ചാലും കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒബ്വിയസ്ലി പോസിബിളാണ്, കിട്ടും നമുക്ക് ഗ്ലാസ് സ്കിൻ. പക്ഷേ എന്താ ചെയ്യണ്ടേ? നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു എഫേർട്ട് ഉണ്ടാക്കണം, എഫേർട്ട് ഇടണം. സ്ലോലി മാത്രമേ നമുക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പല മാസ്കുകൾ നമ്മൾ ഫേസിൽ ഉപയോഗിക്കണം. ഓക്കെ, ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് മാർക്ക് പോകാനും നെറ്റിയിലും ഫേസിലും ഒക്കെ ഏജിങ്ങിൻ്റെ ഇതിനനുസരിച്ചും ഡീഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഫൈൻ ലൈൻസ് ഒക്കെ പോകാനായിട്ടും ഒക്കെ ഉള്ള ഒരു മാസ്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: കോഫി പൗഡർ, ബനാന, പൊട്ടറ്റോ, ഇത് ബോയിൽഡ് പൊട്ടറ്റോ ആണ്, പിന്നെ കോൺഫ്ലോർ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ താരം എന്ന് പറയുന്നത് ബദാം ഗമ്മാണ്. ഇത് ആക്ച്വലി നൈറ്റ് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കണം. ബദാം ഗമ്മിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാം. ബദാം ഗം ഒരു ക്രിസ്റ്റൽ ഫോമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വിറ്റമിൻ ഇ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഗ്ലിസറിൻ, ഹണി, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. 3 ടൈപ്പ് ഓഫ് ഫേസ് മാസ്ക് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
ഇതാണ് ബദാം ഗംസ്. ഇതിങ്ങനെ ക്രിസ്റ്റൽ പോലാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും നല്ലതാണ്. ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഹെയർ മാസ്ക് ഞാൻ ഇടാം കേട്ടോ, ഇതുകൊണ്ടുള്ള. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വളരെ കുളൻ്റാണ്. ഇത് ഫേസിനും ബ്യൂട്ടി പ്രോഡക്ട്സ്, ബ്യൂട്ടി കെയറിനും സ്കിൻ കെയറിനും ബ്യൂട്ടി പ്രൊഡക്ട്സിലും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ബദാം ഗം. ഇത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 6 hours സോക്ക് ചെയ്ത് വെക്കണം, വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അത് ഈ പരുവത്തിലാകും കേട്ടോ. ഇതുപോലെ റൈസ് പോലാകും. ഇതാണ് നമ്മൾ ഇന്ന് മാസ്കിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ബനാന പീലാണ്. നമുക്ക് ഫുൾ ബനാന വേണ്ട, നമുക്ക് ബനാനയുടെ സ്കിൻ മാത്രം മതിയാവും. ഈ സ്കിന്ന് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബനാന പീലാണ്. ബനാന ഫസ്റ്റ് വാഷ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വല്ല ഡസ്റ്റൊക്കെ കാണും. സോ ഈ ബനാന നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഫസ്റ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പീസസിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബോയിൽഡ് പൊട്ടറ്റോയുടെ പീസുകളാണ്. ഞാൻ പൊട്ടറ്റോ ഓൾറെഡി കുക്കറിനകത്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദിസ് ഈസ് കുക്ക്ഡ് പൊട്ടറ്റോ. ഇത് കുറച്ച് കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതും നമ്മുടെ ബനാന സ്കിന്നില്ലേ, ബനാന പീല് വേവിച്ചതും കൂടെ നന്നായിട്ട് അരച്ചെടുക്കും. സോ കുക്ക് ദിസ് ബനാന പീൽ വെൽ. നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അസിഡിക് നേച്ചറൊക്കെ പോയിട്ട് നമുക്ക് ഫേസിൽ ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതിരിക്കും. നമ്മുടെ ഫേസ് പാക്കിലേക്ക് വേണ്ട ബോയിൽഡ് പൊട്ടറ്റോ, ബോയിൽഡ് ബനാന പീൽ ആൻഡ് ദിസ് ഇസ് ബദാം ഗം. അതായത് വേവിച്ച ഉരുളക്കിഴങ്ങ്, വേവിച്ച ബനാനയുടെ തോല്, പിന്നെ ഇത് വന്നിട്ട് ബദാം ഗമ്മ് നന്നായിട്ട് ഓവർനൈറ്റ്, ഒരു നൈറ്റ് ഫുള്ള് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഹെയർ പാക്കിന് വേണ്ടിയും ഈ ഫേസ് പാക്കിന് വേണ്ടിയും. ഹെയർ പാക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. സോ ഇത് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. സോ നമ്മുടെ സിൽക്കി സോഫ്റ്റി ഫേസ് പാക്ക് ഈസ് റെഡി. ദിസ് ഇസ് സോ സോഫ്റ്റ്. അപ്ലൈ ചെയ്ത് നോക്കൂ. ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര സ്മൂത്താണ്. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ ഗ്ലോ സ്കിന്നിൻ്റെ അറിയാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ട്വൈസ് അതുപോലെ നിങ്ങൾ ഒരു 3 months ഉപയോഗിച്ച് നോക്കൂ. റിങ്കിൾസും ഫൈൻ ലൈൻസും മാറാൻ വേണ്ടി, അല്ല ഗ്ലോയ്ക്ക് വേണ്ടി, ഫെയർനെസ്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് 7 days നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഭയങ്കര സോഫ്റ്റാണ്. ഉപയോഗിച്ച് നോക്കുക കേട്ടോ, അത്രയ്ക്ക് നല്ലതാണ്. ബദാം ഗം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഹെയർ പാക്കും കൂടാണ്. ഇതല്ല, ഇൻഗ്രീഡിയൻറ്റ് വേറെയാണ്. ഹെയർ പാക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 10 to 15 minutes നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിച്ച് നോക്കൂ. സമയമില്ലാത്തവർ വീക്ക്ലി 2 times അതുപോലെ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങളുടെ റിങ്കിൾസൊക്കെ പോകും. നമുക്ക് എപ്പോഴും ഗ്ലാസ് സ്കിൻ വേണം, അല്ലെങ്കിൽ മാർക്ക്ലെസ് സ്കിൻ വേണം. മറ്റുള്ളവരുടെ സ്കിൻ കണ്ടിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് സ്വയമായിട്ട് മനസ്സിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരെഫേർട്ടും എടുക്കാതെ നമുക്ക് ഒരിക്കലും കിട്ടൂല. ഒബ്വിയസ്ലി എഫേർട്ട് എടുക്കണം. അതുപോലെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞുകൊണ്ട് മോയ്സ്ചറൈസർ ഇടണം. ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ള ബ്യൂട്ടി പ്രോഡക്ട്സുകൾ, മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഉപയോഗിക്കരുത് എന്നല്ല കേട്ടോ അർത്ഥം. ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയാണ്. അതേസമയം മറ്റതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ ആണ്. അടുത്ത ഫേസ് പാക്കിലേക്ക് നമ്മൾ മുന്നേ ഉപയോഗിച്ച ബദാം ഗം, പൊട്ടറ്റോ ആൻഡ് ബനാന പീൽ അരച്ചതിൻ്റെ പേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഇതിനകത്തോട്ടിടാം. ഇതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ജെല്ല് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ പ്രീവിയസ് ഇതിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സോ ഒരു 1 spoon ഫ്ലാക്സ് സീഡ് ജെല്ല് വേണം. ഇതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കാം. അടുത്തായിട്ട് കുറച്ച് ഗ്ലിസറിൻ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നു, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എല്ലാ ഫേസ് പാക്കും എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കയ്യിലാണ് കാണിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ കയ്യിലിടുന്നത് അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ദിസ് എ സ്മൂത്ത് ബ്രഷ്. അതുകൊണ്ട് നമുക്ക് ഒരു സ്കാറൊന്നും സ്കിന്നിൽ ഉണ്ടാവില്ല. കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ എനിക്കൊരു ഡിസ്കംഫർട്ടാണ്. സോ നിങ്ങൾക്ക് കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് പ്രാക്ടീസ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ എനിക്കിതാണ് കൺവീനിയൻറ്റ്. ഓക്കെ, സോ ഇതൊരു 15 to 20 minutes വെച്ചിട്ട് കഴുകിക്കളയുക. വീക്ക്ലി 2 times അല്ലെങ്കിൽ 3 times നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ബ്ലാക്ക് മാർക്ക്, ഏജിങ്ങിൻ്റെ സൈൻ ടോട്ടലി പറഞ്ഞ ഏജിങ്ങിൻ്റെ സൈനൊക്കെ മാറി നല്ലൊരു സ്കിൻ കിട്ടും. അത് മാത്രമല്ലാതെ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെറ്റിയിലാണ് ആദ്യം എല്ലാവർക്കും ചുളിവുകൾ ഉണ്ടാകുന്നത്, വായിൻ്റെ സൈഡിലൊക്കെയാണ്. സോ അവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക, കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾക്ക് പോയി ഇങ്ങനെ ഷവർ എടുത്താൽ മതി. അടുത്ത പാക്കിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബനാന പീൽ, പൊട്ടറ്റോ, ബദാം ഗമ്മിൻ്റെ മിക്സ് തന്നെയാണ്. ഇന്നത്തെ മെയിൻ ഇതാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കോഫി പൗഡർ ഇടാം. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണേലും ഇടാം. ഇതിലേക്ക് അടുത്തത് വേണ്ട ആൽമണ്ട് ഓയിലാണ്. ആക്ച്വലി ആൽമണ്ട് ഓയിൽ ഈസ് ഹാവിങ് എ മാജിക്കൽ ക്വാളിറ്റി ഓഫ് വാട്ട് യു കോൾ preventing fine lines, aging wrinkles on our skin. Okay, so ഇതൊരു 10 to 15 drops ഒഴിക്കാം. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ കയ്യിൽ ഇത്രയും പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ 3 ഫേസ് പാക്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാവരുടെയും വീട്ടിലും കോഫി പൗഡറും ബനാന പീലും പൊട്ടറ്റോയും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇല്ലാതെ വരുന്നത് വേണമെങ്കിൽ ബദാം ഓയിലായിരിക്കും. ബദാം ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ പക്ഷേ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂൾ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. സോ നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് വൈറ്റമിൻ ഓയിൽ വളരെ വിലക്കുറവാണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ബദാം ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ എടുക്കാം കേട്ടോ. ബദാം ഓയിലിന് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിൻ്റെ സൈൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, കോക്കനട്ട് ഓയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ബദാം ഓയിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ഉള്ള ഒന്നാണ്. ബദാം ഓയിലൊക്കെ ഈസി ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. തലയ്ക്ക് തേക്കുന്ന ബദാം ഓയിൽ അല്ല കേട്ടോ. നിങ്ങൾ സ്കിൻ കെയറിനുള്ള ബദാം ഓയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. തലയിൽ തേക്കുന്ന ബദാം ഓയിൽ വാങ്ങിച്ച് തേക്കരുത്. അത് ഫ്രാഗ്രൻറ്റ് ഒക്കെ ഒഴിച്ച് അത് ഇൻഗ്രീഡിയൻസ് ടോട്ടലി വേറെ തന്നെയാണ്. സോ കോക്കനട്ട് ഓയിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കോക്കനട്ട് ഓയിലാണെങ്കിൽ അത്രയും നല്ലത്. കോക്കനട്ട് ഓയിൽ ആണെങ്കിലും ഒഴിക്കാം. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിക്കാം. ഓക്കെ, ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്താലും അത്രയ്ക്കും നല്ലതാണ്. നിങ്ങൾക്ക് പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെയിലി റൊട്ടീൻ ഓഫ് സ്കിൻ കെയർ ആയിട്ട്, ഇത് ഡെയിലി റൊട്ടീൻ ഓഫ് സ്കിൻ കെയർ ആയിട്ട് ഇടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബനാന പീലൊക്കെ കുക്ക് ചെയ്തൊക്കെ എടുക്കണ്ടേ. സോ വീക്ക്ലി 3 days നിങ്ങൾക്ക് ഇടാം. ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ച് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിതൊക്കെ 2 weeks once ഒക്കെയാണ് എനിക്ക് സമയം കിട്ടാറ്. ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഉറപ്പായിട്ട് ഇട്ടിരിക്കും. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ പോലെ. ഈ ഉണ്ടാക്കുന്ന പാക്കുകളൊന്നും ഞാൻ മിസ്സാക്കത്തില്ല, വേസ്റ്റ് ആക്കത്തില്ല. ഇതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഫേസിലിടും അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലിടും. ഓക്കെ, this is very good for skin whitening, wrinkle free. Okay, so best skin care you can do in your home. ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു 6 to 7 days വെക്കാം. പിന്നെ കുറേശ്ശെ എടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. കൈയിടാതിരിക്കാൻ നോക്കുക.
എല്ലാവർക്കും റംസാൻ ആശംസകൾ നേരുന്നു. എനിക്ക് ഈ കോസ്റ്റ്യൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അഗെയിൻ വൺസ് മോർ ഹാപ്പി റംസാൻ.